ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ഡൽഹിയിലെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ അതേ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 10 മണിയായി കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ആഗ്രയിലേക്കാണ് പോകുന്നത്. ആഗ്ര എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേ നമ്മുടെ താജ്മഹൽ കാണാൻ പോവാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ടാവും കേട്ടോ. എന്തായാലും ഇങ്ങോട്ടെല്ലാം വന്നതല്ല, അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടാന്ന് വെച്ചു. ഇവിടെ എല്ലാവരും ലിപ്സ്റ്റിക്കൊക്കെ കുറേ ഭാഗത്തേക്കുന്നുണ്ട്, അപ്പോൾ നമ്മളായിട്ട് എന്തിട്ട് കുറക്കുന്ന വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ ഇറങ്ങാണ്. ഇപ്പോൾ സമയം 11 മണിയാണ് കേട്ടോ. ഊബർ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് ഊബർ വേറെ ആരോ അങ്ങനെ ഒരു 11 മണിയാകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട് താജ്മഹലിലേക്ക്. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോരാട്ടോ, അതിൽ കൂടുതൽ സമയം എടുക്കുക. കാരണം ഇവിടെ മൊത്തമാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ് മൊത്തം വേസ്റ്റ് കൊണ്ടുള്ള മലയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു റോഡ് സൈഡൊക്കെ മൊത്തം വേസ്റ്റ് ആയിരുന്നു. വേസ്റ്റ് കൊണ്ടുള്ള ഒരു കൂമ്പാരം തന്നെയാണ് റോഡ് സൈഡ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ തുറന്നാൽ തന്നെ അതിൻ്റെ സ്മെല്ല് നമ്മളെ മൂക്കിൽ തിളച്ച് കയറും. അങ്ങനെയാണ് അവസ്ഥ. കുറേ പോയപ്പോൾ തന്നെ ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി കേട്ടോ. കുറേ ദിവസം യാത്രയോടെ തന്നെ നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ എണീച്ചത് കണ്ണെ വിളിച്ചപ്പോഴാണ്. അങ്ങനെ എണീച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്തെത്തി, നല്ലൊരു റോഡിലെത്തി കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം. അത് മൊബൈലിൽ കാണുന്നില്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് നിർത്തണം എന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എത്രത്തോളം നിർത്തുന്നു അത്രത്തോളം നമ്മൾ ആഗ്രയിലെത്താൻ വൈകും കേട്ടോ. അങ്ങനെ ഒരു ഉച്ച ആയപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയപ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ അന്വേഷിച്ച് പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. ഇത് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ് പോലെ തോന്നി. അങ്ങനെ അവിടെ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തു, സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഇതെന്താണെന്ന് മനസ്സിലായി. ഇത് ടിഷ്യൂ ആട്ടോ, നമ്മുടെ വൈപ്സാണ്. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പിന്നെ അതിൽ എഴുതി വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഇതേ ഞാൻ മെനു നോക്കുകയാണ്. ഞങ്ങൾ അതിന് മുന്നേ തന്നെ എന്താ സംഭവം എന്നൊക്കെ ഓർഡർ ചെയ്തു. എന്നാലും ഇവിടുത്തെ മെനു ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അതിൽ എന്തൊക്കെ ഐറ്റംസ് എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒന്നും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. അങ്ങനെ നിങ്ങൾ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യം അവർ സൈഡ് ഡിഷ് തന്നു കേട്ടോ. അതിൽ ഓണിയൻ ഉണ്ടായിരുന്നു, പിന്നെ പിക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓണിയൻ എന്ന് പറയുന്നത് വിനാഗിരിയിലിട്ടൊരു സംഭവമായിരുന്നു. ചെറിയ ഉള്ളി ഇങ്ങനെ വിനാഗിരിയിലിട്ടതായിരുന്നു. അങ്ങനെ ഉപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ചവച്ചരച്ചപ്പോൾ വീണ്ടും കഴിക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത പിക്കിൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് എടുത്ത പിക്കിൾ ട്രൈ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പിക്കിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ. എൻ്റെ എക്സ്പ്രഷനിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. എന്തോ ഒരു ചൊവ പോലെ എനിക്ക് തോന്നി. അത് എനിക്ക് മാത്രമായിരുന്നു തോന്നിയത്, ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഡിഷൊക്കെ വന്നു. ഇത് വെജ് മിക്സ് ആട്ടോ. അതായത് പനീറും കോളിഫ്ലവർ ബ്രക്കോളിയും അങ്ങനെ എന്തൊക്കെയോ ഇട്ടൊരു വെജ് മിക്സ് ആയിരുന്നു. പിന്നെ ഒരു ദാൽ കറി മേടിച്ചു. പിന്നെ നമ്മൾ ബട്ടർ റൊട്ടി ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂട്ടി കഴിക്കുകയാണ്. എനിക്ക് വെജ് മിക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഒണിയനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൽ ഉപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, വെറും വിനാഗിരിയിലിട്ടൊരു സംഭവമാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം കഴിക്കുമ്പോൾ ഒന്നും തോന്നിയില്ലെങ്കിൽ പിന്നെ വീണ്ടും കഴിക്കാൻ തുടങ്ങും. പിന്നെ ആ ഒരു ഗ്രീൻ ചട്നി വെറുതെ കഴിക്കാൻ ടേസ്റ്റില്ല. അത് നമ്മൾ ഇങ്ങനെ പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഹാൻഡ് ടിഷ്യൂ. ഇത് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഞാനതൊക്കെ ബാഗിലിട്ടു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ താജ്മഹലിന് അടുത്ത് എത്താറായി. ഇനി എന്താണെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വേറൊരു വണ്ടി വിളിച്ച് വേണം താജ്മഹലിന് അടുത്ത് പോകാൻ. അപ്പോൾ അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ കുതിര വണ്ടി, സൈക്കിൾ റിക്ഷ അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്തെങ്കിലും സൈക്കിൾ റിക്ഷയിലോ അല്ലെങ്കിൽ കുതിര വണ്ടിയിലോ അങ്ങനെ എന്തെങ്കിലും വേണം അങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റാണ് അധികം എടുക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്ത് ഇതേ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിന് എന്ത് വണ്ടിയാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയാൻ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പോകുന്ന ആൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഓരോ വണ്ടിയിൽ കയറുന്നത്. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോകണമല്ലോ. അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ അതേ നമ്മൾ അതിൽ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെ വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു ചൂടുണ്ടായിരുന്നു, പക്ഷെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ
അങ്ങനെ ഇതേ നമ്മൾ വണ്ടിയിൽ അവർ താജ്മഹലിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ ഭാഗത്ത് ഇറക്കി വിട്ടു കേട്ടോ. ഇനി ഇവിടുന്ന് വേണം നമ്മൾ നടന്നിട്ട് എൻട്രിയുടെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ ഇതേ നമ്മൾ നടന്ന് പോവാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഫുഡ് ഐറ്റംസ് ഉള്ള അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാണുന്ന ആ ഒരു പച്ച കളറുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലൂടെയാണ് നമ്മൾ താജ്മഹലിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എൻട്രിയിൽ പോകുമ്പോൾ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. പിന്നെ അങ്ങനെ വലിയ കത്തിയോ കാര്യങ്ങളൊന്നും നമ്മളെ അതിനുള്ളിൽ കയറ്റില്ല കേട്ടോ. നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ലേഡീസിനും ജെൻസിനും വേറെ വേറെ സെക്ഷനാണുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ താജ്മഹലിൻ്റെ ഓരോ വെർഷനാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കിക്കൊണ്ട് പോവാം. പക്ഷെ നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോയി കാണാം, അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വായിച്ച് പോകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ലോക മഹാത്ഭുതങ്ങളെ ഒന്ന് കാണാൻ പോവാണ്. അതായത് ഷാജഹാൻ ചക്രവർത്തി ഭാര്യ മുംതാസിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ച താജ്മഹൽ കാണാൻ പോവാണ്. ഇതാണ് താജ്മഹലിൻ്റെ മെയിൻ ഗേറ്റ്. ഇതിലൂടെ കൂടി പോയാൽ നമുക്ക് താജ്മഹൽ കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ താജ്മഹൽ കണ്ടു കേട്ടോ. അപ്പോൾ എന്ത് അതിശയമായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു, ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. എൻ്റെ ഈശ്വര, ഞാൻ എന്താ പറയുക, എൻ്റെ കണ്ണ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞളിച്ചു. നല്ലൊരു വെള്ളാരം കല്ല് കൊണ്ട് നിർമ്മിച്ചൊരു താജ്മഹൽ. അപ്പം ഞാൻ ഇടയ്ക്ക് രാഹുലേട്ടനോട് പറയും, മുംതാസിന് വേണ്ടി ഷാജഹാൻ ചക്രവർത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന്. അപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു ചാപ്പ ഉണ്ടാക്കും എന്നൊക്കെയാണ് തമാശക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരു സംഭവമാണ്, അത് ഇന്നും ഇതേപോലെ നിൽക്കുമ്പോൾ ഒരു അതിശയം തന്നെയല്ലേ. അതുകൊണ്ടായിരിക്കും ഇതിനെ ലോക മഹാത്ഭുതം എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു താജ്മഹൽ ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പറായിട്ടോ. ഒരു പിക്ചർ പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ താജ്മഹലിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. പിന്നെ ഇതിനുള്ളിൽ പോകുമ്പോൾ എക്സ്ട്രാ നമ്മുടെ കാലിനൊരു കവർ കിട്ടും കേട്ടോ. കവർ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. അതിട്ടിട്ടാണ് ഇതിനുള്ളിലേക്ക് പോകുന്നത്. നമ്മൾ ഇതിനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ ലേറ്റ് ആവും. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് വരുന്നുണ്ട്. കണ്ണനൊക്കെ ആണെങ്കിൽ നല്ല അലമ്പായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ 4 സൈഡ് നോക്കിയാൽ ഒരേപോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. അന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഈ ഒരു സൈഡൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ പാറിപ്പോകുന്നുള്ളൊരു മട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് താജ്മഹലിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ കേട്ടോ. പിന്നെ താജ്മഹലിൻ്റെ ഓരോ ഭാഗത്തും ഓരോ മഹൽസ് കാണാം കേട്ടോ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ലാന്ന് തോന്നുന്നു. ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് കാണുന്നത് യമുന നദിയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ വെള്ളമുണ്ടെന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താജ്മഹൽ കണ്ടിട്ടും തീരുന്നില്ല കേട്ടോ. അത്രയും നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കുറേനെ ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. കുറേ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറായി പോകും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ട വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ടിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ വേറെ ഏത് സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത ദിവസമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ ബാക്കിൽ തന്നെ ഒരു ഇംഗ്ലീഷുകാർ സാരിയൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ താജ്മഹലിൻ്റെ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ആഗ്ര പേത്തയായിരുന്നു കേട്ടോ. അതിൽ കോക്കനട്ടിൻ്റെ ഫ്ലേവറും പിന്നെ സാധാ നോർമൽ ഫ്ലേവറാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഷോപ്സൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി, ഒന്നും വാങ്ങാനില്ല, എന്നാലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, വില ചോദിക്കുക. പിന്നെ പാനിപൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല, അത് വേറെ സ്ഥലത്ത് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ സൈക്കിൾ അല്ല, ആ ഒരു വണ്ടി ഉണ്ടല്ലോ, ആ ഒരു വണ്ടിയിൽ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മളൊരു ബേക്കറി കണ്ടപ്പോൾ കുറച്ച് ആഗ്ര പേട മേടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലൊക്കെ കൊടുക്കണ്ടേ, ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് വന്നാൽ നാട്ടുകാർ ചോദിക്കില്ലേ എന്തൊക്കെ മേടിച്ചെന്ന്. അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ ആഗ്ര പേത്ത മേടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഏതോ ഒരു ഹോട്ടലിൽ വന്നു കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചോളെ ഭട്ടൂര ആയിരുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ആ കറി ഒട്ടും ഇഷ്ടമായില്ല, പക്ഷേ പൂരി വലിയ പൂരിയായിരുന്നു കേട്ടോ. നമ്മൾക്ക് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും, അത്രയും വലിയൊരു പൂരിയായിരുന്നു.
പിന്നെ അതിൻ്റെ ഒന്നിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ ഒരു ഫ്രൈ ഉണ്ടായിരുന്നു. അത് ഞാൻ വായിലിട്ടപ്പോൾ തന്നെ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ടേസ്റ്റ്. പിന്നെ പൂരി കുഴപ്പമില്ല, പക്ഷെ കറി നമുക്ക് ഒട്ടും പിടിക്കില്ല കേട്ടോ. ഇവരുടെ കറിക്ക് ഒരു മധുരമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൽ നിന്ന് വിട്ടു മാറില്ല കേട്ടോ.